പെണ്ണെന്താ കുട്ടിനെ നോക്കാത്ത റബ്ബേ? സീനത്തെ, മോള് സീനത്തെ, കുട്ടിയല്ലേ പെണ്ണാ കരയുന്നത്? ഈ എന്താ ഉറങ്ങുകയാണോ? ഉമ്മ അത് സീനത്തിനെ വിളിക്കുന്നു. സീനത്ത് കുഞ്ഞിനെയുമായി റൂമിലാണ്. മഴ പെയ്ത് കഴിഞ്ഞൊരു ശാന്തമായ അന്തരീക്ഷം. വീട്ടിലെ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. പക്ഷേ ആ ഒരു മുറിയിൽ മാത്രം വെളിച്ചമുണ്ട്. പക്ഷെ കുട്ടി കരയുന്നുണ്ട്. ബെഡിനരികിൽ തല കുനിച്ചിരിക്കുകയാണ് സീനത്ത്. കുഞ്ഞ് വല്ലാതെ കരയുന്നു. പക്ഷെ അവൾ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്യുന്നില്ല. കുഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ പെണ്ണെന്താ ലൈറ്റ് കെട്ടുവെച്ച് കുട്ടീനെ എടുക്കാതെ ഇരിക്കുക? സീനത്തെ, മോളെ വാതിൽ തുറക്ക് വാതില്. എന്നാൽ സീനത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് ഉമ്മ കണ്ടത്. എന്തിനാടി കരയുന്നത്? ഒന്നുമില്ല. എന്നാലും അവൾ പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ, നിങ്ങൾ പോയിക്കോളി. പിന്നെ കുഞ്ഞിനടുത്തുനിന്ന് പാല് കൊടുത്തോക്ക്. ഈ കുട്ടി എത്ര നേരമായി പെടഞ്ഞ് കരയണത്? ഈ പ്രസവിച്ച കുട്ടിയല്ലത്. ആ റൂമുക്ക് അങ്ങോട്ട് കേട്ടിട്ട് സമാധാനം അല്ലാതെ ഓടിക്കുകയാണ്. ഇങ്ങോട്ട് കൊണ്ട കുട്ടിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്ക് നോക്കാൻ കഴിവില്ലെങ്കിൽ. അതെ, കുഞ്ഞിൻ്റെ മാത്രം കുഞ്ഞൊന്നുമല്ലല്ലോ, എന്താ ഞാൻ മാത്രം നോക്കണം എത്ര വലിയ നിർബന്ധം? ശരിക്കും സീനത്തിൻ്റെ വാക്കുകൾ കേട്ട് ഉമ്മ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഈ പെണ്ണിന് എന്തിൻ്റെ കേടാ? പെറ്റ തള്ളല്ലേ? പാല് കൊടുക്കേണ്ടത് ഈ തന്നെയാണ്, അല്ലാതെ കുട്ടിൻ്റെ ബാപ്പ വന്ന് കൊടുക്കൂലല്ലോ. ആ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുന്നല്ലേ. അല്ലെങ്കിൽ ഇപ്പം എത്ര മട്ടത്തിൽ നല്ല റാഹത്തോടുകൂള്ള ജീവിതം കിട്ടിനോ. അന്ന് ഗൾഫൊക്കെ പോകാൻ വരെ ഓൻ വിളിച്ചു, പോരും നമുക്ക് പോകും. വേണ്ട, ഇവിടെ മതി, ഇവിടെയാണ് ജീവിക്കാൻ സുഖം. അങ്ങനെ പറഞ്ഞുകാണ്ട് ഓള് ഒക്കെ നഷ്ടപ്പെടുത്തി. ഉമ്മ ഞാൻ ഇതിനെക്കുറിച്ച് എന്നോട് പറയണ്ട. നിങ്ങൾക്ക് എപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് എന്നോടൊരു പറച്ചിലാണ്. എന്താ ഒരു കഴിഞ്ഞു പോയ കാര്യം ഇങ്ങനെ പറയാനിപ്പോൾ എന്താ? അല്ലേ, ഈ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം, എനിക്കിപ്പോൾ എന്താ? ഏതായാലും പഠിച്ചോനെ. ഉമ്മ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചവരൊന്നും പറയാൻ നിൽക്കണ്ട. ശരിക്കും സീനത്ത് ഉമ്മയോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അവൾ വാതിൽ ശക്തമായി അതാ വലിച്ചടച്ചു. അത് പൊളിച്ചണ്ട, ഞാൻ പോയിക്കോളാം. എൻ്റെ റബ്ബേ, കുട്ടി കരഞ്ഞപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ്. പഠിച്ചോനെ, അല്ലാ നീ കാക്ക് റബ്ബേ. ഓരോ കുട്ടികളെ സ്വഭാവം നന്നാവാനും ഇതിനുമാണ് ഉമ്മാർക്കൊരു ഭാഗ്യം. എത്രയേ നല്ല നല്ല സ്വഭാവമുള്ള കുട്ടികളുണ്ടാവും പഠിച്ചോനെ. ഏതായാലും ഓരോരുത്തരൊക്കെ പഠിച്ചോൻ കരുതണ് ഇങ്ങനെ ഇരിക്കും. എന്നാൽ അതാ അവൾ വാതിൽ ശക്തമായി വലിച്ചടച്ചതിന് ശേഷം അതാ അവൾ എന്തൊക്കെയോ അവൾക്കൊരു അവസ്ഥ ആവുകയാണ്. പഴയ ഓർമ്മകൾ അവളെ ഇപ്പോഴും പിന്തുടരുകയാണ്. അതെ, ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പനിച്ചു കിടന്ന ദിവസം എന്നെ കൈ നീട്ടി വിളിച്ചു, മോളെ ആ മരുന്നൊന്ന് എടുത്ത് തരുമോ, തുള്ളി വെള്ളം തരുമോ? പക്ഷേ ഞാൻ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഒരു പാരസെറ്റമോൾ പോലും കൊടുക്കാതെ നിന്നു. ഷെഫി ഉസ്താദ് വിളിച്ച് ചോദിക്കാണ്, ഹോസ്പിറ്റലിൽ പോയില്ലേ എന്ന് പറഞ്ഞിട്ട്. അബേ, അന്നൊക്കെ അഹങ്കാരം നിറഞ്ഞതായിരുന്നു എൻ്റെ ജീവിതം. സീനത്ത് തല പിടിച്ച് കരഞ്ഞു. അത് എന്തെങ്കിലും ആയിക്കോട്ടെ അവർ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു. അല്ലാ. എന്നാൽ ഉമ്മക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. ഉമ്മ വീണ്ടും വാതിൽ മുട്ടി. മോളെ, കുഞ്ഞിനെ കരയിപ്പിക്കല്ലോ, കുഞ്ഞിന് പാല് കൊടുക്കുകയേ. പൊന്നാരെ, വല്ലാത്തൊരു പുതുമായി പോയത്. എന്നാൽ അവൾ വാതിൽ തുറന്നു. എന്നെ കൊണ്ട് കഴിയൂല, എൻ്റേത് മാത്രമൊന്നുമല്ലല്ലോ കുട്ടി. ഞാൻ അങ്ങനെ ഉറക്കം വെച്ച് നോക്കണമെന്ന് എന്താ അത്ര വലിയ നിർബന്ധം? മറ്റുള്ളവരവിടെ സുഖിക്കുക, ഞാൻ ഇവിടെ കുട്ടീനെ നോക്കി നിൽക്കുക അല്ലേ? അതെ, ഒരാൾ മാത്രം വിചാരിച്ചാൽ കുട്ടി ഉണ്ടാവില്ല, രണ്ടാളുടെ കൂടെയാണ്. അപ്പം അതിൻ്റെ ത്യാഗം രണ്ടാളും സഹിക്കണം. എന്നെ കൊണ്ട് കഴിയൂല ഉറക്കം വെച്ച് അതിനെങ്ങനെ നോക്കിയിരിക്കാൻ. ശരിക്കും ഉമ്മയുടെ ഹൃദയം വല്ലാതെ ഇങ്ങ് വേദനിച്ചു. മോളെ എന്ത് ഈ പറയണത്? നിനക്ക് എന്താ പറ്റിയത്? ഞാൻ ആ പകലൊക്കെ ഞാൻ തന്നെയല്ലേ കുട്ടീനെ നോക്കൽ. രാത്രി കുറച്ച് നേരം ഒന്ന് പാല് കൊടുത്ത് കിടന്നൂടെ മോളെ? അതിപ്പോൾ എത്രയും നേരം ഉറങ്ങി, ഇപ്പം നീച്ചതല്ലത്. കുട്ടികളെ മക്കളെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഞാനൊക്കെ നിങ്ങളൊക്കെ പെറ്റ് കിടന്നത് എനിക്ക് ഓർമ്മ ഉണ്ട്. എല്ലാവരും ഉറങ്ങണ നേരം 10-11 മണി മങ്ങളാണ്ട് ഉണരും. പിന്നെ സുബിഹായോളം ഈ കരച്ചിൽ തന്നെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടന്നിട്ടും പാല് തന്നിട്ടും അങ്ങനെ തന്നെയല്ലേ എല്ലാ ഉമ്മമാരും. അല്ലാതെ ബാപ്പമാരെല്ലാവരും ഇനി കിട്ടൂലല്ലോ. ബാപ്പമാരൊക്കെ വിദേശത്തായിരിക്കും, പുറത്തായിരിക്കും, അങ്ങനെയൊക്കെ തന്നെയല്ലേ.
ഈ കുട്ടിൻ്റെ ബാപ്പി അങ്ങനെ വിദേശത്തെന്ന് വിചാരിച്ചാൽ പോലെ വിദേശത്ത് ഓലോടെ സുഖിക്കായിരിക്കും. ഞാൻ ഇവിടെ അയാളെ കുട്ടീനെ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇടങ്ങാറാകുക. ശരിക്കും സീനത്തിന് എന്തോ സംഭവിക്കുന്നു എന്ന് ഉമ്മാക്ക് തോന്നി. മോളെ ഈ കുട്ടിക്ക് പാലും എടുത്താ? വേണ്ട, ഞാൻ കൊടുക്കൂല. എന്താ സീനത്തേക്ക് എൻ്റെ പഴയ സ്വഭാവം ഒന്നും എടുക്കല്ലേ? അന്ന് വാശി പിടിച്ച് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, നീ നിന്റെ പഴയ സ്വഭാവം മാറ്റിയില്ലല്ലോ. നീ നിന്റെ ഭർത്താവിനോട് വാശി പിടിച്ചെല്ലാം ഓർക്കുന്നുണ്ടോ? നല്ലൊരു മനുഷ്യനായിരുന്നു ഷെഫി ഉസ്താദ്. പറഞ്ഞിട്ടെന്താ? അദ്ദേഹം പറഞ്ഞ ഒന്നും കേട്ടില്ല, ഒക്കെ നിരസിച്ചോ കൻ്റെ ഇഷ്ടം പോലെ. ഇപ്പം എന്തായി? ആകപ്പാടെ ജീവിതം തകിടം മറിഞ്ഞു. ഇനിയും ഈ പഴയ ജീവിതത്തിലേക്ക് പോകല്ലേ. എല്ലാം ക്ഷമിച്ച് പടച്ചറബിനോട് മാപ്പ് അപേക്ഷിച്ച് നല്ല കുട്ടിയെ ജീവിക്കേ. ഇപ്പം എന്താ എൻ്റെ പ്രശ്നം? പൊന്നാര മോളെ, എനിക്ക് എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് പറയണേ, ഇജ് ദയവായി തെറ്റിലേക്കൊന്നും പോവല്ലേ. എന്നാൽ ഒരു നിമിഷം മൗനം പാലിക്കാന് അവർ പറഞ്ഞു. മാ, എന്തടി, എൻ്റെ കല്യാണം ഉറപ്പിച്ചതല്ലേ? ആ ഷമീർ എന്നുള്ള യുവാവ് അതിനു വേണ്ടി കാത്തിരിക്കല്ലേ? ഷമീറിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? പിന്നെ എന്താ പെണ്ണ് ഈ പറയുന്ന? റബ്ബേ പഠിച്ചോനെ, എല്ലാം ഉറപ്പിച്ചതാണ്. പെരുന്നാക്ക് നിക്കാഹ് വരെ ഉറപ്പിച്ചതാണ്. എന്ത് നീ പറയണത്? ഉമ്മാക്ക് ദേഷ്യവും സങ്കടവും വന്നു. സീനത്തിൻ്റെ കണ്ണുകളിൽ ഒരു തരം വിചിത്രമായ വികാരം. ആ ബത്തൂരുണ്ടല്ലോ, അവൾ എങ്ങനെങ്കിലും ഒഴിവാക്കണം. ഓളിങ്ങനെ സുഖിച്ച് ജീവിക്കാം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ. എന്താ അവളെ സുഖം? പൊന്നു മോളെ, എന്തേ പറയണത്? ആ നല്ലൊരു പെൺകുട്ടിനെ അങ്ങനെ പറയലട്ടോ. ഹൈറായ ഒരു പെൺകുട്ടിയാണത്. ഒരിക്കൽ പോലും ആ പെൺകുട്ടി തെറ്റ് ചെയ്യുന്ന പെൺകുട്ടി അല്ലായിരുന്നു. പിന്നെ എന്താ ചെയ്യുക? ഭാര്യമാരിങ്ങനെ തെറ്റ് ചെയ്താലേ ഭാര്യമാർ തെറ്റ് ചെയ്താലേ ഭർത്താക്കന്മാർ ഇതല്ല അതിനപ്പുറം ചെയ്യും. അദ്ദേഹം ആയതുകൊണ്ട് പാവം ഒരുപാട്. എന്നിട്ട് നോക്ക്, നിനക്കൊരു ജീവിതം കിട്ടട്ടെ എന്ന്. അവൾ സുഖസുന്ദരമായി ജീവിക്കുക അങ്ങ് അറേബ്യയിൽ, ഞാനിവിടെ കഷ്ടപ്പെട്ട് കൊച്ചു വീട്ടിലും ജീവിക്കുക അല്ലേ? അതിനല്ലേ നിങ്ങൾ പ്ലാനിങ്? ശരിക്കും ഉമ്മ ഞെട്ടിപ്പോയി. റബ്ബേ, എനിക്ക് കിട്ടാത്ത സ്നേഹം അവൾക്ക് കിട്ടാൻ പാടില്ല. അത് കിട്ടരുത് അവൾക്ക്. ഉമ്മയുടെ കൈകൾ വിറച്ചു പോയി. മോളെ, നീ ഇത്രയും മോശമായി ചിന്തിക്കാൻ പാടുണ്ടോ? ഒരു ജീവിതം നശിപ്പിക്കാനാണോ നീ പോകുന്നത്? നീ കാട്ടിക്കൂട്ടിയതിനൊക്കെ നിന്നെ മൂലൊക്കെ ഇട്ട് തല്ലാൻ ഇവിടെ ആളില്ലായിട്ടാണ്. അന്നെ കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തി ഇപ്പോൾ ഓൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിനെ കുറിച്ചാണ് ചിന്ത. ഷെഫി ഉസ്താദിന് ഇട്ടെറിഞ്ഞ് എന്നല്ലടി പോയത്. അതുകൊണ്ട് ഹൈറായ ഒരു പെണ്ണിനെ അവർക്ക് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. ഓല് ജീവിച്ചോട്ടെ, ജീവിക്കണമല്ലോ. ഇങ്ങനത്തോലെ മുമ്പിൽ ഓലൊക്കെ ജീവിക്കണം. എങ്കിൽ മാത്രമേ അവർക്കൊക്കെ നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഒരു പാഠമാവുള്ളൂ. ഈ ദയവായിട്ട് നിങ്ങളെ ജീവിതം നശിപ്പിക്കാൻ പോരുത്. എന്നാൽ സീനത്ത് തല താഴ്ത്തി നിന്നു. അവൾക്ക് ദേഷ്യമോ അഹങ്കാരമോ എന്തൊക്കെയോ ഒരു മുഖത്തുള്ള പോലെ. അതെ, എൻ്റെ മുഖം കണ്ടാൽ അറിയാം എൻ്റെ മനസ്സിലെന്താന്നുള്ളത്. ഇപ്പോൾ ഓലെ നല്ലൊരു ജീവിതം തകർക്കാൻ നോക്കണ്ട. എനിക്ക് നല്ലൊരു ജീവിതം ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നല്ല മട്ടത്തിൽ അതിൻ്റെ കൂടെ ജീവിച്ചോ. ശരിക്കും ഷമീർ പാവം ആളായിരുന്നു. പക്ഷേ അവൾക്ക് അതൊന്നുമല്ല പ്രശ്നം. അവൾക്ക് ഷെഫി ഉസ്താദിൻ്റെ കൂടെ ബത്തൂല് സുഖമായി അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതാണ് സീനത്തിൻ്റെ പ്രശ്നം. എടി, ഈ ഷെഫി ഉസ്താദ് എന്ന പോലുള്ള നല്ലൊരു മനുഷ്യനെ നഷ്ടപ്പെടുത്തി. ഇപ്പം അൽഹംദുലില്ലാ ഷമീർ എന്ന പേരിൽ ഒരാൾ നമുക്ക് റെഡി ആയിക്കണം, നിക്കാഹിന് വേണ്ടി സെറ്റായി നിൽക്കണം. ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ മോളെ എനിക്ക്. സീനത്ത് മിണ്ടാതെ കരയുകയായിരുന്നു. ഇങ്ങനെ കരയല്ലേ? എൻ്റെ മനസ്സത്തെ ആ ഒരു ദേഷ്യം അസൂയ അതൊക്കെ ഒഴിവാക്ക്. ഞാൻ വിചാരിച്ച എൻ്റെ മനസ്സൊക്കെ ക്ലിയറായി. വീണ്ടും കുഞ്ഞ് കരയാൻ തുടങ്ങി. അതിനൊന്ന് പാല് കൊടുക്കേണ്ട സീനത്തെ, എന്നെക്കൊണ്ടാവില്ല. ഉമ്മക്ക് സങ്കടം വന്നു. പഠിച്ചോനെ, ആ കുട്ടിയെ ഉമ്മ വാരിയെടുത്തു. മോളെ, എനിക്ക് അമ്മിഞ്ഞപ്പാലുണ്ടല്ലോ പഠിച്ചോൻ തന്നത്. ആ പിഞ്ച് പൈതലിൻ്റെ തൊള്ളിക്ക് അത് വെച്ചെടുത്തൂടെ? എന്തിന്? എന്നിട്ടിപ്പോൾ കുട്ടീനെ തന്ത അവിടെ സുഖമായി വിലസായിരിക്കുമല്ലോ ഈ സമയത്തൊക്കെ. ഞാനിവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കുഞ്ഞിന് പാലും കൊടുത്ത് നടക്കുക, ഓരവിടെ സുഖിക്കുക മണിയറിയിൽ. ശരിക്കും ഉമ്മക്ക് എന്താ പഠിച്ചോനിത് അവസ്ഥ? ഈ പെണ്ണിനിത് എന്തിൻ്റെ കേടറബേ? നല്ല മട്ടത്തിലായി നിന്നായിരുന്നു. എന്താ അവൾക്ക് തലയിൽ ഉദിച്ചതാവോ? അവൾ പറഞ്ഞു കേട്ടില്ല, ഓല് സുഖിക്കുക, ഓല് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്നാ പാല് കൊടുത്താ? വേണ്ടെന്നല്ല പറഞ്ഞിക്ക, കുഞ്ഞിനെ വേണ്ട. ആണ് കൊടുത്തേച്ചാളി ഓലടുത്തേക്ക് തന്നെ. ഓല് നോക്കട്ടെ. ഓല കുഞ്ഞിനെ ഞാനാണോ നോക്കുക?
എടി ഇജ് പെറ്റ തള്ളല്ലേ, എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. ആ ഉമ്മ മനസ്സിൽ വിചാരിച്ചു, പെറ്റ തള്ളനെ ഉപേക്ഷിച്ച് പോയതല്ലേ, അപ്പോൾ പെറ്റ കുട്ടിനെ ഉപേക്ഷിക്കാൻ എനിക്കൊരു മടി ഉണ്ടാവില്ല. ഉമ്മ വിതുമ്പി പഠിച്ചോനെ എല്ലാം ശരിയായിട്ട് നിൽക്കായിരുന്നു. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതാ ഉമ്മ നേരെ അടുക്കളയിലേക്ക് പോകുന്നു. ഉമ്മ അതാ കുറച്ച് പാൽപ്പൊടി എടുത്ത് കലക്കി അതിന് കൊടുക്കുന്നു. ദാഹത്തോടു കൂടി അത് വളരെയധികം സന്തോഷത്തോടു കൂടി അത് ഞൊട്ടിഞ്ഞുണന്ന് കഴിക്കുന്നു. പഠിച്ചോനെ വിഷപ്പോണ്ട് തന്നെയാണ് കേട്ടോ. എന്നാലും എപ്പോൾ തുടങ്ങിയതാന്നാമോ ഇവൾക്ക് എന്തിൻ്റെ കേടാ. പഠിച്ചോനെ പെരുന്നാക്ക് നിക്കാഹ് എന്നൊക്കെ ഉറപ്പിച്ച് നിന്നതായിരുന്നു. ഇവളുടെ ഓരോരുത്തരും പഠിച്ചോൻ കാണിച്ചിരിക്കും ഓളെ മനസ്സത്തത്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഷമീറിൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ചാലും ഓള് ചതിക്കുമൊന്നും പറയാൻ പറ്റൂല, ഉമ്മ മനസ്സിൽ വിചാരിച്ചു. അല്ലാ, എന്നാൽ ഈ സമയം ഉപ്പ അടുക്കളയിലേക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. എന്താ കുഞ്ഞൻ എന്നേരം അടുക്കളയിൽ കൊണ്ടു നിൽക്കണടി? എൻ്റെ പൊന്നിക്ക അവള് പാലൊന്നും കൊടുക്കണില്ല കുഞ്ഞിന്, ഞാൻ പാൽപ്പൊടി കുറച്ച് കലക്കി കൊടുക്കുകയാണ്. ഈ കരയല്ലേ, ഓൾ ശരിയായിക്കോളും. ഓളിപ്പോൾ ഡിപ്രഷൻ ഒന്നും കേട്ടേ. എന്ത് ഡിപ്രഷൻ? നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ നോക്കുന്നുണ്ട്. തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ച ഉറുമ്പരിക്കും എന്നുള്ള രീതിയിൽ ഓൾക്ക് നമ്മൾ കൂടുതൽ സ്നേഹം കൊടുത്ത് വഷളാക്കി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഓൾക്കോളെ ഇഷ്ടം പോലെ ഓൾ പറഞ്ഞ നിങ്ങൾ കേട്ടോ. കുഞ്ഞിനെ നോക്കൂല, കുഞ്ഞിനെ നോക്കേണ്ടത് ബാപ്പയും കൂടെ അല്ല, എൻ്റെ ഒറ്റക്കല്ലല്ലോ കുഞ്ഞ്. ഓലവിടെ സുഖിച്ച് ജീവിക്കല്ലേ. എന്നാൽ അത് കേട്ടപ്പോൾ ആ പിതാവിന് ആകപ്പാട് ടെൻഷനായി. എന്താ റബ്ബ ഇവിളീ പറയണത്? ഓൾക്ക് നല്ലൊരു ജീവിതം എന്തല്ല ഷെഫി ഉസ്താദ് ആയിട്ടല്ലേ ഈ ഒരു ഷമീറിനോട് പറഞ്ഞത് അവളെ നിക്കാഹ് കഴിക്കണം എന്നൊക്കെ. എന്തോളെ സ്വഭാവം ഇങ്ങനെ ആയി തീർന്നത്? ഉപ്പാക്കും വല്ലാത്തൊരു മടുപ്പ് തോന്നി. എന്നാൽ ഉപ്പ കരയുകയായിരുന്നു. നിങ്ങൾ കരയണ്ട, ഇനി നിങ്ങളൊക്കെ വിട്ട്, നമ്മൾ ജന്മം നൽകിയ മാതാപിതാക്കളെ വിട്ട് അന്യൊരു മതസ്ഥൻ്റെ കൂടെ പോയ പെണ്ണിനെ ഓളിതല്ല അതിൻ്റെ അപ്പുറം ചെയ്യും, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും കുട്ടിനെ നമുക്ക് സംരക്ഷിക്കാം. പഠിച്ചവനെ വല്ലാത്തൊരു പുതുമന്നെ. എന്നാൽ ഈ സമയം DGPയുടെ വീട്ടിൽ അതാ ജനാലയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു ആയിഷ. അതെ, ചെറിയ രീതിയിൽ മഴയുണ്ട്. കാറ്റ് പതുക്കെ മുഖത്തേക്ക് എത്തുന്നു. അവൾ മാളികയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി. ആ ഒരു പൂന്തോട്ടത്തിലേക്ക് ഉറ്റി വീഴുന്ന മഴത്തുള്ളികൾക്ക് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നി ആ രാത്രി. പക്ഷെ അവളുടെ മനസ്സ് ഒരാളുടെ ഓർമ്മയിൽ തന്നെയാണ്. മറക്കാനാകാത്ത ആ മുഖം. എന്തുകൊണ്ട് അവനെ മറക്കാൻ കഴിയുന്നില്ല? അവൾ കണ്ണടച്ചു. അത് ഷമീർ. അവൻ്റെ മുഖം, അവൻ്റെ ശബ്ദം എല്ലാം മനസ്സിൽ തെളിഞ്ഞു. ഹൃദയത്തിൽ ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ തൻ്റെ കൈകൾ ഉയർത്തി. റബ്ബേ, ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് തികച്ചും തെറ്റാണെന്ന് എനിക്കറിയാം. ഒരു പക്ഷേ ആ ഒരു ഷമീർ എന്ന വ്യക്തി മറ്റൊരാളുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുവാൻ ഒരുങ്ങുന്ന ആളായിരിക്കാം, ഒരു ഉമ്മയുടെ മകനായിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് ടെൻഷനുണ്ട് റബ്ബേ. കാരണം ഒന്നുമല്ല, ഞാൻ തെറ്റായ രീതിയിൽ സഞ്ചരിച്ചു പോകുന്നുണ്ടോ, എൻ്റെ ചിന്തകളെങ്ങാനും മാറുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷന് എനിക്കുണ്ട് റബ്ബേ. അല്ലാ, അവനെ മറക്കാൻ എന്നെ സഹായിക്കണേ. പക്ഷെ ഹൃദയം മറുപടി പറഞ്ഞു, അവൻ നമ്മുടേതല്ല, ഒരിക്കലും അത് നിനക്ക് ഹലാലല്ല, ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പാടില്ല. അവൾ മനസ്സിൽ ആലോചിച്ചു. പിന്നെന്താ റബ്ബേ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വരുന്നത്? എനിക്ക് അവനെ കാണാൻ വല്ലാതെ ആഗ്രഹം തോന്നുന്നു, പക്ഷേ അത് ഹക്കല്ല, ഒരിക്കലും അത് ശരിയല്ല. അവൾ തല താഴ്ത്തിക്കരഞ്ഞു. ഒരു ഭാഗത്ത് അസൂയയും കുറ്റബോധവും കൊണ്ട് സീനത്ത്, മറ്റൊരു ഭാഗത്ത് ശുദ്ധമായ പ്രണയം കൊണ്ട് ആയിഷയും. അതെ, സീനത്തിൻ്റെ മനസ്സിൽ ഷെഫി ഉസ്താദിനോടുള്ള ആ ഒരു പക. എന്തുകൊണ്ട് ബത്തൂലിനെ വിവാഹം കഴിച്ചു എന്നുള്ളത്. ഞാൻ പോയെന്ന് വിചാരിച്ച് അപ്പോഴേക്കും വിവാഹം കഴിക്കാൻ പാടുണ്ടോ? അവരിപ്പോൾ സുഖസുന്ദരമായി അങ്ങനെ ആഘോഷിക്കുകയാണ്. അതിനിടയിൽ അതും കേട്ടിരുന്നു അവൾ ഗർഭിണിയാണെന്നുള്ളത്. ഒരു സ്വന്തം കുഞ്ഞിനെ പോലും മറന്ന് അപ്പോഴേക്കും അതിനൊക്കെ അവരങ്ങ് ഒരുങ്ങി. ഇനിയിപ്പോൾ അവൾക്ക് കാലാകാലം സുഖിച്ച് ജീവിക്കാലോ. ഷെഫി ഉസ്താദ് വലിയ ആലിമാണത്രേ. എന്നിട്ട് അപ്പോഴേക്കും അവളെ കെട്ടി. ഞാനൊന്ന് പോയെന്ന് കരുതി അപ്പോഴേക്കും ഇപ്പം എന്തിനാ ഓളെ കെട്ടാൻ നിൽക്കണേ? അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ വരുന്നു. അവൾക്ക് സന്തോഷം വേണ്ട, അത് എങ്ങനെയെങ്കിലും അവർ തമ്മിൽ വേർപിരിഞ്ഞ് കിട്ടിയാൽ മതി, അതാണ്. അല്ലാതെ ഷമീറിൻ്റെ കൂടെ ഒരു ആഗ്രഹം, അതൊന്നും അവൾ ആഗ്രഹിക്കുന്നുമില്ല. അതൊന്നുമല്ല അവളുടെ പ്രശ്നം. അതെ, ഷെഫി ഉസ്താദും ബത്തൂലും എങ്ങനെയെങ്കിലും വേർപ്പെടണം, അവളില്ലാതാകണം, അതായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടരുത്, അതാണ് അവൾ ആഗ്രഹിക്കുന്നത്.
സീനത്ത് ചിന്തിക്കുകയാണ്. അങ്ങനെ 27-ാം രാവും കഴിഞ്ഞു. നോമ്പിൻ്റെ അവസാന ദിവസങ്ങൾ. മറ്റന്നാളെയോ അതിൻ്റെ പിറ്റേന്നോ അങ്ങനെയാണ് മാസം കാണുവാൻ വേണ്ടി നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ ഷമീർ അപ്പോൾ വീട്ടിലായിരുന്നു. അത് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് അവരുടെ ആ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു വയലിലേക്ക് നോക്കി ആ ജനാലക്കരികിലൂടെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. വീട്ടിലെ അന്തരീക്ഷം ശാന്തം. പക്ഷെ ഒരാളുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു പ്രതീക്ഷകളാൽ. പാവം ഷമീർ ജനാലക്കിൽ നിന്നുകൊണ്ട് ആ ഒരു ഇരുണ്ട ആകാശം നോക്കുന്നു. ചന്ദ്രനെ കണ്ടു ചെറുചിരി. ചന്ദ്രൻ തന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നുന്നു. പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ നിക്കാഹ്. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു പേര് സീനത്ത്. സീനത്തെ ഇൻഷാല്ലാ പെരുന്നാൾ കഴിഞ്ഞാൽ ഇൻഷാല്ലാ. അവൻ മുറിയിൽ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, സ്വയം സംസാരിക്കുന്ന പോലെ. അത് വീടൊക്കെ ഒന്ന് സെറ്റാക്കണം. ആ കുഞ്ഞിനവൾക്ക് സുഖമായി കഴിയാൻ വേണ്ടിയിട്ട്. ആ കുഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മുട്ടിൽ കുത്തി നടക്കും, പിന്നെ പിച്ച നടക്കും. അല്ലാ, ഇവിടെയാണെങ്കിൽ ശരിക്ക് മുറ്റം പോലും ഇല്ലാത്ത അവസ്ഥ. ആകപ്പാടെ ഒരു നിമിഷം എന്തൊക്കെയോ അവന് തോന്നിപ്പോയി. ഷെഫീഖ് ഉസ്താദ് എന്നെ ഏൽപ്പിച്ചതാണ്, അത് ഞാൻ പൂർത്തിയാക്കും. അതെ, എന്തൊക്കെ തന്നെയാലും അത് വളരെയധികം ഭംഗിയോടെ ഞാൻ പൂർത്തിയാക്കി കൊടുക്കും. ഷമീർ ചിന്തിക്കുകയാണ്. അവളുടെ തെറ്റുകൾ ഞാൻ പുറത്തു കൊടുക്കും. അവളെ നല്ലൊരു സോലിഹത്തായ പെണ്ണാക്കും. ആ കുഞ്ഞിനെ എൻ്റെ സ്വന്തം കുട്ടിയെപ്പോലെ വളർത്തും. ആ ശബ്ദത്തിൽ സ്വാർത്ഥതയില്ല. പൂർണ്ണമായും ദയനീയവും കരുണയുമായ വാക്കുകളായിരുന്നു ഷമീറിനുണ്ടായിരുന്നത്. എന്നാൽ ഇതേ സമയം ആ വലിയ വീട്ടിൽ ആയിഷ, സമ്പന്നമായ വീട്ടിലെ മകൾ. പക്ഷെ അവളുടെ മനസ്സ് ലളിതമായ ജീവിതം ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് വലിയ ജീവിതം വേണ്ട, ഒരു സോലിഹായ ഭർത്താവിനെ മതി. സമ്പത്ത്, എൻ്റെ സമ്പത്തെല്ലാം പാവങ്ങൾക്ക് നൽകണം. എനിക്ക് എൻ്റെ പേരിൽ എഴുതി വെച്ച സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, അതെല്ലാം ഒറ്റമോളെന്ന പേരിൽ അധികവും എൻ്റെ പേരിലാണ്. അതെല്ലാം പാവങ്ങൾക്ക് ദാനമായി നൽകണം എന്നതായിരുന്നു അവളുടെ മനസ്സ്. കാരണം ദുനിയാവ് എന്നും നിലനിൽക്കുന്നതല്ലല്ലോ. പോകുമ്പോഴേക്കും കുറച്ചെന്തെങ്കിലുമൊക്കെ സമ്മാനിക്കണം. സോലിഹായൊരു ഭർത്താവിനെ കിട്ടിയാൽ, സോലിഹായ മക്കളെ പ്രസവിച്ചാൽ അതിനും എനിക്ക് പ്രതിഫലം. അവൾ ഓരോന്ന് ആലോചിച്ചു. അവൾ കണ്ണുകളടച്ചു. ഷമീർ, അവൻ്റെ മുഖം അവളുടെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു. പഠിച്ചോനെ, എത്രയായിട്ട് മറക്കാൻ കഴിയാത്ത മുഖം. ആയിഷ കൈ ഉയർത്തി, റബ്ബേ, എനിക്ക് ഹലാൽ ആയില്ലെങ്കിൽ അവനെ നീ സന്തോഷിപ്പിക്കണേ, നല്ലൊരു പെണ്ണിനെ കൊടുത്ത്. പഠിച്ചോനെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഇതേ സമയം സീനത്ത് ആ ഒരു ഇരുണ്ട മുറിയിൽ കുഞ്ഞ് കരയുന്നു. പക്ഷെ അവൾ എടുക്കുന്നില്ല, നോക്കുന്നില്ല. അവൾ ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇപ്പോഴാണ് അതിനെക്കുറിച്ചെല്ലാം ചിന്ത വരുന്നത്. ബത്തൂല് അവൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഒഴിവാക്കിയേ തീരൂ. എൻ്റെ ആദ്യ ഭർത്താവ് ഷെഫി ഉസ്താദിൻ്റെ കൂടെ അവളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഷെഫി ഉസ്താദിനും വിഷമം വരണം അവളെ കാര്യത്തിൽ. ആഹാ, അവർ സുഖമായി ജീവിക്കാൻ ഞാൻ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക. അവളുടെ കണ്ണുകളിൽ വേദനയും അസൂയവും കോപവും നിറയുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്ന അവളുടെ അരികിലേക്ക് ഉമ്മ വന്നു. മോളെ സീനത്ത്, എനിക്ക് എന്താ സംഭവിക്കണത്? ഈ എന്തെങ്ങനല്ലേ? ഉപ്പ അകത്തു നിന്നും വന്ന കാഴ്ച കണ്ടു. നിശബ്ദമായിരുന്നു. ഇത് നമ്മളെ മോളെന്നാണോ? എന്താ ഓളെ സ്വഭാവത്തിലൊക്കെ? മോളെ, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഉപ്പ എന്നോട് മിണ്ടണ്ട, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. പിതാവിനോട് വരെ ചാടുന്ന പോലെ. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട പഠിച്ചോനെ. എന്നാൽ ഷമീർ പാവം, ഇതൊന്നും അവനറിയുന്നേയില്ല. അവൻ സ്വപ്നങ്ങൾ കാണുകയാണ് സീനത്തിനെ കുറിച്ച്. അതെ, ഒരു കുഞ്ഞുള്ള അവളാണെങ്കിലും അവളെ ഞാൻ സ്വീകരിക്കും, അതിനെനിക്ക് പ്രതിഫലം അള്ളാഹു നൽകും എന്നുള്ള ജീവിതം. ഒരു ഭാഗത്ത് ഷമീർ പ്രതീക്ഷകളിൽ നിൽക്കുകയാണ്, മറ്റൊരു ഭാഗത്ത് സീനത്ത് പകയും വിദ്വേഷവും കൊണ്ട്. അല്ലാ, എന്തൊക്കെയായിത്തീരും ആവോ. എന്നാൽ നമ്മുടെ ആയിഷ വീണ്ടും ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എനിക്ക് ഞാൻ ആഗ്രഹിച്ച പുരുഷനെ കിട്ടിയില്ലെങ്കിലും ഞാനൊരിക്കലും തെറ്റിലേക്ക് പോകരുതേ അല്ലാ, എന്നെ നീ കാത്ത് രക്ഷിക്കണം. ഷമീർ ഹൃദയത്തിൽ സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ സീനത്തിനെ. പെരുന്നാൾ കഴിഞ്ഞാൽ അവളെ സ്വന്തമാക്കണം എന്നുള്ള രീതിയിൽ. എന്നാൽ സീനത്ത് അസൂയയിൽ കത്തുന്നു. കാരണം തൻ്റെ ഭർത്താവും ബത്തൂലും വളരെയധികം സ്നേഹത്തോടെ കഴിയുന്നത് അതവൾക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ആയിഷ ദുആയിൽ ജീവിക്കുകയാണ്. അല്ലാഹുവേ, ഖൈറാണെങ്കിൽ മാത്രം എനിക്ക് നൽകണം അല്ലാ, ഷർറാണെങ്കിൽ അല്ലാഹുവേ ഒഴിഞ്ഞു പോകണം. പടച്ചോനെ, ഖൈറായൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും
മൂന്ന് പേരുടെയും അവസ്ഥ മൂന്ന് രീതിയിലാണ്. നമ്മുടെ ഷമീറും സീനത്തും ആയിഷയും. ഇൻഷാ അല്ലാ അതെ, ഇവരുടെ ജീവിതം എങ്ങനെയായി തീരും, ഷമീറിൻ്റെ അടുത്തേക്ക് ആരാണ് എത്തുക, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല. ചിലപ്പോൾ നല്ലവർ കഷ്ടപ്പെടും, ചിലപ്പോൾ തെറ്റുകൾ ചെയ്തവർക്ക് പോലും അവസരം കിട്ടും. എന്നാൽ ഷമീർ ഇപ്പോഴും അറിയുന്നില്ലല്ലോ സീനത്തിൻ്റെ യഥാർത്ഥ മനസ്സ്. ആയിഷ ഇപ്പോഴും പറയുന്നുമില്ല തൻ്റെ മനസ്സിനുള്ളിലുള്ള യഥാർത്ഥ പ്രണയം. എന്നാൽ സീനത്ത് ഇപ്പോഴും ആ പക വിട്ട് ഒഴിഞ്ഞിട്ടുമില്ല. ബത്തൂലും ഷെഫി ഉസ്താദും സ്നേഹിക്കുന്നത്. ഒരു നിക്കാഹിന് വേണ്ടി കാത്തിരിക്കുന്നു നമ്മുടെ ഷമീർ. ഒരു പ്രണയം മറഞ്ഞിരിക്കുന്നു നമ്മുടെ ആയിഷക്ക്. ഒരു ഹൃദയം ഇരുട്ടിൽ അസൂയ കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്നു. അത് സീനത്തിൻ്റെ. ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.